നമസ്കാരം. PSC വേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ JSAക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഈ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലോറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രിയിലെ ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Dash is the science associated with determining the changes in energy of a system by measuring the heat exchanged with the surroundings. It is calorimetry. Calorimetry is the science associated with determining the changes in energy of a system by measuring heat exchanged with the surroundings. Styrofoam cup is an example of dash. It is a calorimeter. It's a type of calorimeter. അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. Different types of calorimeters are adiabatic calorimeters, reaction calorimeters, bomb calorimeters, അതിനെ കോൺസ്റ്റന്റ് വോളിയം calorimeter എന്ന് പറയുന്നുണ്ട്, കോൺസ്റ്റന്റ് പ്രഷർ calorimeter, ഡിഫറൻഷ്യൽ സ്കാനിങ് calorimeter. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് calorimeter. adiabatic calorimeter, reaction calorimeter, bomb calorimeter, constant pressure calorimeter, differential scanning calorimeter. bomb calorimeterനെ constant volume calorimeter എന്നും പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ കലോറിമെട്രിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഓക്കെ, ഇഫ് ദ മാസ് ഓഫ് വാട്ടർ ആൻഡ് ദ ടെമ്പറേച്ചർ ചേഞ്ച് ഓഫ് ദ വാട്ടർ ഇൻ എ കലോറിമീറ്റർ ക്യാൻ ബി മെഷേർഡ്, ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി ഗെയിൻഡ് ഓർ ലോസ്റ്റ് ബൈ ദ വാട്ടർ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ദ ഹീറ്റ് ലോസ് ഓഫ് വൺ ബോഡി ഈസ് കോമ്പൻസേറ്റഡ് വിത്ത് ദ ഹീറ്റ് ഗെയിൻഡ് ബൈ ദ അനദർ ബോഡി. ഓക്കെ, സോ ഇതാണ് ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ബോം കലോറിമീറ്റർ ആണ്. ഇതിലൊരു വാട്ടർ ബാത്ത് ഉണ്ട്, ഒരു സ്റ്റിറർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സാമ്പിൾ നമ്മൾ പ്ലേസ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ചൂട് മീൻസ് ഫ്യൂസ് വയേഴ്സ് വെച്ചിട്ട് നമ്മളതിനെ കത്തിക്കും, ബേൺ ചെയ്യും. ബേൺ ചെയ്യുമ്പോൾ എന്താ? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ഈ വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിലൊരു എന്താ പറയുക, ടെമ്പറേച്ചർ റീഡർ, ഒരു തെർമോമീറ്റർ അതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാണിക്കും. സോ അങ്ങനെയാണ് ആ ഹീറ്റ് ഡിഫറൻസിൻ്റെ ബേസിലാണ് നമ്മൾ കലോറിമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് കലോറിമീറ്ററിൻ്റെ ഒരു ഫോർമുലയാണ്. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. Q is equal to MC delta T. അതായത് നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഹീറ്റ് ലോസ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ആണെന്ന് നമുക്കറിയാം. സോ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആണ്. M എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിനോട്ട് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഡെൽറ്റ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ഓക്കെ, ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. കലോറിമീറ്ററിൻ്റെ ഒരു ഫോർമുലയാണ് Q is equal to MC delta T. ബോം കലോറിമീറ്റർ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫീൽഡ്. ഓക്കെ, അത് ഏതൊക്കെ ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അനാലിസിസ് ഓഫ് വേസ്റ്റ് പ്രോഡക്റ്റ്, മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്, അനാലിസിസ് ഓഫ് ഫ്യൂവൽ ലൈക്ക് കോൾ ആൻഡ് എക്സ്പ്ലോസീവ്സ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, research in animal feed, etc. Oxygen bomb calorimeter has its usage in the field of food testing by calculating the amount of heat in the food, which further helps to determine the calorie of the food. Okay, so അതിൽ എത്ര എനർജി അതിൻ്റെ അകത്ത് കണ്ടന്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അകത്ത് കൺസേർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ബോം കലോറിമീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Dash law states that concentration and absorbance are directly proportional to each other. Beer's law ആണോ ലാംബർട്ട്സ് law ആണോ? So it is Beer's law. Okay, Beer's law states that the concentration and absorbance are directly proportional to each law. Lambert's law എന്താണ് പറയുന്നത്? Lambert's law states that absorbance and path length are directly proportional. സോ കോൺസെൻട്രേഷൻ ആൻഡ് അബ്സോർബൻസ് ആണ് ബീസ് ലോയിൽ പറയുന്നത്. അബ്സോർബൻസും അതുപോലെ പാത്ത് ലെങ്തും ആണ് നമ്മളെ ലാംബർട്ട്സ് ലോയിൽ പറയുന്നത്. ഹു ഡിസ്കവേർഡ് ദ ബീർ ലാംബർട്ട്സ് ലോ? ഓഗസ്റ്റ് ബീർ ആണോ? ജോൺ ഹെൻറിച്ച് ലാംബർട്ട് ആണോ? പേരി ബോഗർ ആണോ? ആൻസർ ഈസ് പേരി ബോഗർ ആണ്. ഓക്കെ, സോ ബീർ ലാംബർട്ട്സ് ലോ ഐഡൻറ്റിഫൈ ചെയ്ത് പേരി ബോഗർ ആണ്. പക്ഷേ ബീർസ് ലോ ഐഡൻറ്റിഫൈ ചെയ്ത് ഓഗസ്റ്റ് ബീർ ആണ്. ജോൺ ഹെൻറിച്ച് ലാംബർട്ട് ആണ് stated the Lambert's law. Next question. Beer-Lambert's law gives the relation between which of the following? Beer-Lambert's law ന്റെ കാര്യം ചോദിച്ചിരിക്കുന്നത്. Reflected radiation and concentration, scattered radiation and concentration, energy absorption and concentration, energy absorption and reflected radiation.
So the answer is energy absorption and concentration. Beer-Lambert's law gives the relation between which of the following? It is energy absorption and concentration. Next question. In which of the following ways absorption is related to transmittance? Options. Absorption is the logarithm of transmittance. Absorption is the reciprocal of the transmittance. Absorption is the negative logarithm of transmittance. Absorption is a multiple of transmittance. എന്താണ് ആൻസർ? Absorption is the negative logarithm of transmittance. So absorptionും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? Absorption is the negative logarithm of transmittance. Which of the following is not a limitation of Beer-Lambert's law, which gives the relationship between the absorption, thickness, and concentration? Options are: concentration must be lower, radiation must have higher bandwidth, radiation source must be monochromatic, does not consider factors other than thickness and concentration that affect the absorbance. So answer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ radiation must have a higher bandwidth. അതൊഴികെ ബാക്കിയെല്ലാം നമ്മുടെ ബീർ-ലാംബർട്ട്സ് ലോന്റെ ഒരു എന്താ പറയുക ലിമിറ്റേഷൻ ആണ്. കോൺസെൻട്രേഷൻ മസ്റ്റ് ബി ലോവർ. അതെ, കോൺസെൻട്രേഷൻ ലോവർ ആയേ പറ്റൂ ബീർ-ലാംബർട്ട്സ് ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. റേഡിയേഷൻ സോഴ്സ് മസ്റ്റ് ബി മോണോക്രോമാറ്റിക്. അതുപോലെ ഡസ് നോട്ട് കൺസിഡർ ഫാക്ടേഴ്സ് അതർ ദാൻ തിക്നെസ് ആൻഡ് കോൺസെൻട്രേഷൻ ദാറ്റ് എഫക്ട് ദ അബ്സോർബൻസ്. അതും ട്രൂ ആണ്. സോ ആകെ ഇതിൽ ലിമിറ്റേഷൻ അല്ലാത്തത് റേഡിയേഷൻ മസ്റ്റ് ഹാവ് എ ഹയർ ബാൻഡ് വിത്ത് എന്നുള്ള കാര്യം മാത്രമാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. വി ഓൾ നോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബീർ-ലാംബർട്ട്സ് ലോ. സോ എ ഈസ് പ്രൊപ്പോർഷണൽ ടു സി എൽ. എ എന്താണ്? അബ്സോർബൻസ് ഓർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. L is the path length. Okay, if L is eliminated by using standard unit sample cell of 1 centimeter length, then A is proportional to directly the concentration of the solution. Next question. The coefficient of absorption is represented by dash. Alpha ആണോ, beta ആണോ, mu ആണോ, epsilon ആണോ? It is, the answer is mu. The coefficient of absorption is represented by mu. Next question. The stellar radiation is described using Beer-Lambert's law. True or false? It is true. Next question. What is the unit of absorbance which can be derived from Beer-Lambert's law? Answer is no unit. Absorbance has no unit. What is the unit of molar absorptivity or absorptivity which is used to determine the absorbance A in Beer-Lambert's formula? So unit of molar absorptivity or absorptivity which is used to determine the absorbance. Okay, absorptivity ide unit ആണ് L mol raised to -1 cm raised to -1. അടുത്ത ഒരു ചോദ്യം നോക്കാം. Dash uses fixed wavelength that only are in the visible range, while dash can use wavelength in a wider range. So ഇതിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഫിക്സഡ് വേവ് ലെങ്ത് യൂസ് ചെയ്യുന്നത്, അത് വിസിബിൾ റേഞ്ചിലുള്ളത്, അതുപോലെ തന്നെ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് വേവ് ലെങ്ത് ഇൻ എ വൈഡർ റേഞ്ച് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കളറിമെട്രി ആണ്. കളറിമെട്രി യൂസസ് ഫിക്സഡ് വേവ് ലെങ്ത് that only are in visible range, while spectrophotometry can use wavelength in a wider range. Next question. Dash quantifies color by measuring 3 primary color components of light: red, green, blue, whereas dash measures the precise color in human visible range, light, UV wavelength. ഇതിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആണ്, അതായത് 3 പ്രൈമറി കളർ കമ്പണൻസ് ഓഫ് ലൈറ്റ്, ഏതൊക്കെ റെഡ്, ഗ്രീന്, ബ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത്, അതുപോലെ വേറെ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ഹ്യൂമൻ വിസിബിൾ ലൈറ്റ് റേഞ്ചിലുള്ളത്, അതുപോലെ UV വേവ് ലെങ്ത് റേഞ്ചിലുള്ളത് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: colorimeter. Colorimeter quantifies color by measuring 3 primary color components of light, അതായത് red, green, blue, whereas spectrophotometer measures the precise color in human visible light wavelength. ഇതൊരു ടേബിൾ ആണ്. കളറിമെട്രിയും സ്പെക്ട്രോഫോട്ടോമെട്രിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ഡെഫിനിഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് കളറിമെട്രിയുടെ? ദ ടെക്നിക് വി യൂസ് ടു ഡിറ്റർമിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് എ കളർ.
അതായത് ഒരു കളേർഡ് സൊല്യൂഷൻ്റെ നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ കളറിമെട്രി യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പെക്ട്രോഫോട്ടോമെട്രിയിലോ ദ ടെക്നിക് ഓഫ് മെഷറിംഗ് ഹൗ മച്ച് ലൈറ്റ് എ കെമിക്കൽ സബ്സ്റ്റൻസ് അബ്സോർബ്സ് by measuring the intensity of light as a beam of light passes through the sample. Okay. ഇനി നെക്സ്റ്റ് വേവ് ലെങ്തിൻ്റെ കാര്യം കളറിമെട്രിയിൽ യൂസ് ഫിക്സഡ് വേവ് ലെങ്ത് വിച്ച് ആർ ഇൻ ദ വിസിബിൾ റേഞ്ച്. ഇനി സ്പെക്ട്രോഫോട്ടോമെട്രിയിലോ ക്യാൻ യൂസ് വേവ് ലെങ്ത് ഇൻ എ വൈഡർ റേഞ്ച്. UV and IR also we are using in spectrophotometry. സാമ്പിൾ കളർ കളറിമെട്രിയിൽ എന്തായിരിക്കണം? നീഡ് ടു യൂസ് കളർഫുൾ സാമ്പിൾസ് ആയിരിക്കണം. അതുപോലെ സ്പെക്ട്രോഫോട്ടോമെട്രിയിലോ നീഡ് ടു യൂസ് കളർലെസ് സാമ്പിളാണ് സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ക്വാണ്ടിഫിക്കേഷൻ, അത് കളറിമെട്രിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ക്വാണ്ടിഫൈസ് കളർ ബൈ മെഷറിംഗ് 3 പ്രൈമറി കളർ കോമ്പണൻസ് ഓഫ് ലൈറ്റ്. ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ. വൈൽ ഇൻ സ്പെക്ട്രോഫോട്ടോമെട്രി മെഷേഴ്സ് ദ പ്രിസൈസ് കളർ ഇൻ ദ UV വിസിബിൾ ലൈറ്റ് വേവ് ലെങ്ത്. മെഷർമെൻറ്റ് എങ്ങനെയാണ്? ഇൻ കളറിമെട്രി the measures the absorbance of light. In spectrophotometry measures the amount of light that passes through the sample. Next question, what are the two different types of spectrophotometer that depends on the range of wavelength of light source? So answer, UV visible spectrophotometer and IR spectrophotometer. Okay, UV visible spectrophotometer എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ യൂസസ് ലൈറ്റ് ഓവർ ദ അൾട്രാവയലറ്റ് റേഞ്ചും അതുപോലെ തന്നെ വിസിബിൾ റേഞ്ചിലുള്ള ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് അൾട്രാവയലറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 185 to 400 നാനോമീറ്റർ വരെയും വിസിബിൾ ലൈറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 400 to 700 നാനോമീറ്റർ വരെയുള്ളതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ IR സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 700 to 15,000 നാനോമീറ്റർ വരെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സ്പെക്ട്രാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ഒരു പിക്ചറൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, ഒരു ലെൻസ് ഉണ്ട്, ഒരു മോണോക്രോമാറ്റർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അത് ഡിഫറെൻറ്റ് ഏത് സ്പെസിഫിക് വേവ് ലെങ്ത് ആണോ അത് ചൂസ് ചെയ്യും. ഒരു സ്ലിറ്റ് ഉണ്ട്, ഓക്കെ, വേവ് ലെങ്ത് സെലക്ടർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് സാമ്പിളാണ്. സാമ്പിളിൽ ഇൻസിഡൻറ്റ് ലൈറ്റും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റഡ് ലൈറ്റും ഉണ്ട്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഡിറ്റക്ടറിൽ പോയി പതിച്ചിട്ട് നമുക്ക് എത്ര റീഡിങ് കിട്ടും. ഓക്കെ, ഇതാണ് സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ഒരു പിക്ചറൈസേഷൻ. Next question, a dash is the wavelength in which the absorbance of two or more species are the same. Answer is isobestic point. An isobestic point is the wavelength in which the absorbance of two or more species are the same. Next, minus log IT by I0 is dash. Transmittance, absorbance, molar absorptivity, none. Answer is absorbance. അബ്സോർബൻസ് എ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അബ്സോർബൻസ് ഈസ് മൈനസ് ലോഗ് IT by I0. IT എന്താണ്? ട്രാൻസ്മിറ്റൻസ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ I0 എന്താണ്? ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇനി ട്രാൻസ്മിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? IT by I0 ആണ് വരിക. ഓക്കെ, ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് ആണ് I0. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. ഓക്കെ, സോ അതാണ് ട്രാൻസ്മിറ്റൻസ്. IT by I0 ആണ് ട്രാൻസ്മിറ്റൻസ്. അബ്സോർബൻസ് എന്താണ്? മൈനസ് ലോഗ് IT by I0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെഷേർഡ് വേവ് ലെങ്ത് റേഞ്ച് ഓഫ് ദ വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഈസ് ദ വിസിബിൾ ലൈറ്റ് റീജിയൻ ഓഫ് ഡാഷ് നാനോമീറ്റർ. It is 400 to 1000 nanometer. The ultraviolet light zone usually uses a dash lamp. The visible light zone usually uses a dash lamp in UV visible spectrophotometer. So answer is hydrogen lamp or a deuterium lamp ആണ് നമ്മൾ എന്തിൻ്റെ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്? The ultraviolet light zone usually uses a hydrogen lamp or a deuterium lamp. Okay, while the visible light zone usually uses a tungsten lamp or a halogen lamp in the UV visible spectrophotometry. Okay, UV visible spectrophotometry നമ്മൾ അൾട്രാവയലറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ലാമ്പ് അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം ലാമ്പ് യൂസ് ചെയ്യും. വിസിബിൾ ലൈറ്റ് സോണിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ടങ്സ്റ്റൺ ലാമ്പ് ഓർ ഹാലജൻ ലാമ്പാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. Next question, the measured wavelength range of a ultraviolet visible spectrophotometer is dash nanometer in the ultraviolet region. 200 to 1100 നാനോമീറ്റർ വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇലക്ട്രോഫോറസിസ് ആണ്. The technique of electrophoresis was developed by ആരാണ്? ആർനെ ടിസീലിയസ് ആണ്.
1930-ലാണ് technique of electrophoresis develop ചെയ്തത്. In electrophoresis, the DNA will migrate towards anode, cathode, negative electrode or positive electrode. ഏതാണ്? It's anode. അല്ലെങ്കിൽ positive electrode എന്നും പറയും. Anode. Okay. In electrophoresis, DNA migrate towards anode. അല്ലെങ്കിൽ positive electrode. The electrophoretic mobility, denoted as mu, is mathematically expressed as VE, E divided by V, 1 by EV, V by E. It is V by E. അതെന്താണ്? Rate of migration of a component, that is V ആണ്, divided by electric field strength, അത് E, in a given medium. The electrophoretic mobility is mu. Okay, it is equal to V by E, അതായത് rate of migration of a component divided by electric field strength. Rate of migration depends on dash: molecular charge, molecular shape and size, strength of the electric field, ionic strength, viscosity and temperature of the medium, all of them. The answer is all of them. So rate of migration depends on molecular charge, molecular shape and size, strength of the electric field, ionic strength, viscosity and temperature of the medium. Next question. The force experienced by a particle in an electric field is given by dash law. Coulomb's law ആണ്. Okay. F is equal to ZE. Z എന്ന് പറഞ്ഞാൽ number of charge ആണ്. Small e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Magnitude of the electric charge. And capital letter E എന്ന് പറഞ്ഞാൽ എന്താണ്? Electrical field in unit of potential per centimeter. Okay. Commonly used gel matrices are polyacrylamide, agarose, cellulose acetate, starch. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ജെൽ മാട്രിസസ്. ഇതൊക്കെയാണ് polyacrylamide, agarose, cellulose acetate and starch. Lower concentration of agarose result in dash pore size, whereas higher concentration results in dash pore sizes. Lower concentration of agarose results in larger pore size, whereas higher concentration results in smaller pore size. Okay. Agarose is usually used at a concentration between 0.7% to 3%, which determines the pore size. Okay. ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് പോർ സൈസ് കുറഞ്ഞു വരും. അതുപോലെ എന്താ പറയുക, കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാലോ ലാർജ് പോർ സൈസാണ് നമുക്ക് കിട്ടുക. ഏകദേശം അതിൻ്റെ ഒരു റേഞ്ച് 0.7% to 3% ആണ് നോർമലി ലാബറട്ടറീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ കോൺസെൻട്രേഷൻ, അഗാറോസിൻ്റെ കോൺസെൻട്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് എ ലീനിയർ പോളിമർ ഓഫ് D-galactose and 3,6 anhydro 1-galactose. ഹാവ് എ ലാർജ് പോർ സൈസ്. അത് പോളിഅക്രിലാമൈഡ് ആണോ, അഗാറോസ് ആണോ, സെല്ലുലോസ് അസിറ്റേറ്റ് ആണോ, സ്റ്റാർച്ച് ആണോ? It is agarose. So agarose is a linear polymer of D-galactose and 3,6 anhydro 1-galactose. Choose the wrong statement about agarose gel. Used to separate nucleic acid and nucleic acid molecules, used to separate nucleoproteins, used as a support matrix for isoelectric focusing. Additional cross-linkers are required for gel formation. ഇതിലേതാണ് wrong statement about agarose gel? Wrong statement is additional cross-linkers are required for gel formation. അതാണ് wrong statement. Correct ഏതൊക്കെയാണ്? The agarose gels used to separate nucleic acid molecule. It is used to separate nucleoproteins and it is used as a support matrix for isoelectric focusing. Next question. Two-dimensional gel electrophoresis 2D page is a powerful and widely used method for analysis of dash extracted from cells, tissues and other biological samples. So എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി 2D പേജ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. So answer is protein. Okay, two-dimensional gel electrophoresis 2D page is a powerful and widely used method for the analysis of proteins extracted from cells, tissues and other biological samples. Next നോക്കാം. The percentage of acrylamide in gels can vary from dash 3 to 30% വരെയാണ് നമ്മൾ acrylamide യൂസ് ചെയ്യുന്നത്. Okay, the percentage of acrylamide in gels can vary from 3 to 30%.
What are the two independent properties in polyacrylamide gel electrophoresis technique by which proteins are separated? First one is isoelectric focusing, IEF എന്ന് പറയും, which separate the protein according to their isoelectric point. And the second dimension is SDS page, which separate proteins according to their molecular weight. എന്താണ് SDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഡൊഡിസൽ സൾഫേറ്റ് പേജ് അറിയാലോ polyacrylamide gel electrophoresis അത് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദർ മോളിക്കുലർ വെയിറ്റ് ഓക്കെ പിന്നെ വേറൊരു ഫസ്റ്റ് കാര്യം നമ്മൾ ഐസോഇലക്ട്രിക് ഫോക്കസിങ്ങിന് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോട്ടീനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഒരു പർട്ടിക്കുലർ pH എത്തുമ്പോൾ എന്താവും നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ചാർജൊക്കെ നഷ്ടപ്പെട്ട് ആ ഒരു ഭാഗത്ത് പ്രോട്ടീൻ സെറ്റ് ചെയ്യും അങ്ങനെ എന്ത് ചെയ്യും ഫർദർ മൂവ്മെൻറ്റ് നടക്കില്ല സോ നമുക്ക് ഏതാണോ പ്രോട്ടീൻ്റെ pH അനുസരിച്ചിട്ട് നമുക്കതിനെ പ്രോട്ടീനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഈസ് SDS പേജ് ആണ് SDS പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിങ്ങനെ മോളിക്കുലർ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഐസോലേറ്ററി ഫോക്കസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ദ പ്രോട്ടീൻ മൈഗ്രേറ്റ്സ് അലോങ് ദ pH gradient until it carries no overall charge അപ്പോൾ അതിൻ്റെ ചാർജ് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ഇതുപോലെ കറക്റ്റായിട്ട് പ്രോട്ടീൻസ് അലൈൻ ചെയ്തിരിക്കും ഒരു പർട്ടിക്കുലർ pHലുള്ള ആ സെയിം pHൽ ന്യൂട്രൽ ആവുന്ന എല്ലാ നെറ്റ് ചാർജ് നഷ്ടപ്പെടുന്ന എല്ലാ പ്രോട്ടീൻസും അവിടെ സെറ്റിൽ ചെയ്യും സോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ പ്രോട്ടീനെയും നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും Next question, dash is the most commonly used cross-linking agent to form polyacrylamide. Polyacrylamide നമ്മൾ ജെല്ല് പ്രിപ്പയർ ചെയ്യുമ്പം ഏതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ക്രോസ് ലിങ്കിങ് ഏജൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് മെഥിലീൻ ബിസ് അക്രിലാമൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഥിലീൻ ബിസ് അക്രിലാമൈഡ് is the most commonly used cross-linking agent to form polyacrylamide. Next question, the polymerization reaction of acrylamide monomers in the presence of bisacrylamide is catalyzed by ammonium persulfate and dash. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പോളിഅക്രിലാമൈഡ് ജെല്ല് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബിസക്രിലാമൈഡ് പ്രസൻസ് ആവശ്യമാണല്ലോ അതാണല്ലോ നമ്മൾ പറഞ്ഞത് ക്രോസ് ലിങ്കേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു സോ അത് കാറ്റലൈസ് ചെയ്യുന്നത് അമോണിയം പെർസൾഫേറ്റും APS എന്നറിയപ്പെടും പിന്നെ വേറെ ഒരു കോമ്പൗണ്ടും ആവശ്യമാണ് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മെർക്കാപ്റ്റോ എത്തനോൾ ആണോ ട്രിസിഡിറ്റി ആണോ NNN N-N- ടെട്രാമീഥൈൽ ഡയാമിൻ ആണോ സോഡിയം ഡൊഡിസൽ സൾഫേറ്റ് ആണോ ദ ആൻസർ ഈസ് ടിമിഡ് ആണ് ടിമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NN N-N ടെട്രാമെഥിലീൻ ഡയാമിൻ Okay, so polymerization reaction of acrylamide monomers in the presence of bisacrylamide is catalyzed by ammonium persulfate and timid. Timid എന്നാണ് നമ്മൾ പറയുക timid എന്ന് പറഞ്ഞാൽ NN ടെട്രാമെഥിലീൻ ഡയാമിൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ gradient gels are not commonly prepared with dash gels polyacrylamide agarose both are used and none എന്താണ് ഗ്രേഡിയൻറ്റ് ജെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രേഡിയൻറ്റ് ജെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെല്ല് പ്രിപ്പയർ ഇലക്ട്രോഫോറസിസിന് വേണ്ടിയിട്ട് നമ്മൾ ജെല്ല് പ്രിപ്പയർ ചെയ്യുമല്ലോ ആ ജെല്ല് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കോൺസെൻട്രേഷനും വേറൊരു ഭാഗത്ത് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനും ആയിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഒരു ഭാഗത്ത് 1%ഉം ലാസ്റ്റ് ഭാഗത്ത് 3%ഉം ആണെന്ന് വിചാരിക്കൂ അപ്പോൾ അതൊരു ഗ്രേഡിയൻറ്റ് ജെല്ലാണ് ഓക്കെ സോ ഇത് നമ്മൾ സാധാരണ ഗ്രേഡിയൻറ്റ് ജെൽസ് ആർ നോട്ട് കോമൺലി പ്രിപ്പയർഡ് വിത്ത് ഡാഷ് ജെൽസ് പോളിഅക്രിലാമൈഡ് ആണോ അഗാറോസ് ആണോ അല്ലെങ്കിൽ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണോ അല്ലെങ്കിൽ രണ്ടും ഇല്ല എന്നാണോ ആക്ച്വലി അഗാറോസ് ആണ് അഗാറോസ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് ജെൽസ് നോർമലി ഉണ്ടാക്കില്ല പോളിഅക്രിലാമൈഡ് ആണ് കോമൺലി യൂസ് ചെയ്യുക ഓക്കെ ഇത് കണ്ട ഇതൊരു പിക്ചറിൽ 4% ആണ് ഇവിടെ ജെല്ലിൻ്റെ കോൺസെൻട്രേഷൻ വേറസ് ഈ താഴെ ഭാഗത്ത് 15% ആവുന്നുണ്ട് അതിനെയാണ് ഗ്രേഡിയൻറ്റ് ജെൽ എന്ന് പറയുന്നത് ഇത് പർട്ടിക്കുലർ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഒരു ടേബിൾ നോക്കാം പ്രോട്ടീൻ സൈസസ് റിസോൾവ്ഡ് ബൈ ഡിഫറെൻറ്റ് ജെൽ പെർസെൻറ്റേജ് അത് നമുക്ക് ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി അതായത് ചെറിയ പ്രോട്ടീൻ സൈസ് കുറയുന്നത് അതായത് 4 to 40 കിലോ ഡാൽട്ടൺ ഒക്കെയുള്ള ചെറിയ പ്രോട്ടീൻസ് ആണെങ്കിൽ ഏത് ജെല്ല് യൂസ് ചെയ്യണം 20% വരെയുള്ള ജെൽസാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുക നിങ്ങൾക്ക് നോക്കാം ഇത് പ്രോട്ടീൻ്റെ സൈസ് കൂടി വരുമ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 200 കിലോ ഡാൽട്ടൺസ് അത് വലിയ പ്രോട്ടീൻസ് ആണ് സോ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും ജെല്ലിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് 4 to 6% ജെൽസാണ് അതിന് ആവശ്യം
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലായില്ലേ? പ്രോട്ടീൻ്റെ സൈസ് ചെറുതാണെങ്കിൽ ജെൽ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിയിരിക്കണം അല്ലേ? ജെല്ലിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്തോറും എന്താണ് സംഭവിക്കുക? പോർ സൈസ് കുറയുന്നു അല്ലേ? കോൺസെൻട്രേഷൻ നമ്മൾ നേരത്തെ കണ്ടു സ്ലൈഡിൽ. സോ ഇവിടെ പ്രോട്ടീൻ സൈസ് ചെറുതാണെങ്കിൽ നമ്മൾ ജെൽ കോൺസെൻട്രേഷൻ കൂട്ടണം. അതുപോലെ തന്നെ വലിയ പ്രോട്ടീനാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ജെല്ലിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉള്ളത് ചിലപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. SDS page, sodium dodecyl sulfate polyacrylamide gel electrophoresis, is commonly used for the separation of dash based on their molecular weight. That is proteins. പ്രോട്ടീൻസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് SDS പേജ് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Pick the wrong statement regarding SDS. It is a detergent. It disrupts the tertiary structure of protein. It brings the linear peptide to folded protein. It coats the protein with a uniform negative charge. Around 1.4 gram sodium dodecyl sulfate is required to bind with 1 gram of protein. ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോങ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ബ്രിങ്സ് ദ ലീനിയർ പെപ്റ്റൈഡ് ടു ഫോൾഡഡ് പ്രോട്ടീൻ. ആക്ച്വലി അങ്ങനെയല്ല ചെയ്യുന്നത്. SDS എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡിസ്റപ്റ്റ് ദ ടെർഷണറി സ്ട്രക്ചർ ഓഫ് ദ പ്രോട്ടീൻ ആണ്. അത് പ്രൈമറി സ്ട്രക്ചറിലേക്ക്, ലീനിയർ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് ലീനിയർ പെപ്റ്റൈഡ് ആക്കി മാറ്റും. അതിനുള്ള എല്ലാ ബോൺസും ബ്രേക്ക് ചെയ്ത്, നമ്മുടെ ടെർഷണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ്റെ ബോൺസ് ബ്രേക്ക് ചെയ്ത് ഒരു ലീനിയർ പെപ്റ്റൈഡ് ആക്കി മാറ്റും. ആര്? SDS. സോ ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് എ ഡിറ്റർജൻറ്റ്. അത് കറക്റ്റാണ്. ഇറ്റ് ഡിസ്റപ്റ്റ് ദ ടെർഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. കറക്റ്റാണ്. നെക്സ്റ്റ്, ഇറ്റ് കോട്സ് ദ പ്രോട്ടീൻ വിത്ത് എ യൂണിഫോം നെഗറ്റീവ് ചാർജ് ആൻഡ് അറൌണ്ട് 1.4 gram of SDS is required to bind with 1 gram of protein. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ കണക്ക്. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഫർ commonly used for gel electrophoresis are dash. സോ ആൻസർ ഈസ് TAE ആൻഡ് TBE ബഫറാണ്. TAE ബഫർ എന്ന് പറഞ്ഞാൽ ട്രിസ് അസറ്റേറ്റ് ADTA, TBE പറഞ്ഞാൽ ട്രിസ് ബോറേറ്റ് ADTA. ഈ രണ്ട് ബഫറാണ് നമ്മൾ കോമൺലി ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്യുമ്പോൾ ആ ജെൽ ടാങ്ക് ഉണ്ടല്ലോ, ഒരു ജെൽ ടാങ്കിലുണ്ടാവും. ആ ജെൽ ടാങ്കും അതുപോലെ തന്നെ നമ്മൾ ജെല്ല് പ്രിപ്പയർ ചെയ്യുന്ന ജെല്ല് നമ്മളൊരു പ്രിപ്പയർ ചെയ്യണമല്ലോ, പോളിയക്രിലമൈഡ് ആയാലും അതുപോലെ തന്നെ അഗാറോസ് ആയാലും. അത് യൂസ് ചെയ്യുന്ന ബഫർ ഏതാണ്? ട്രിസ് ADTA അല്ലെങ്കിൽ ട്രിസ് ബോറേറ്റ് ആയിരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അതിന് കൂടാണ്ട് മോപ്സ് ബഫർ, അതുപോലെ ACES ബഫർ, ബിസ്ട്രിസ് ബഫർ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. SDS polyacrylamide gel electrophoresis is most well known dash gel electrophoresis. കണ്ടിന്യൂസ് ആണോ, ഡിസ്കണ്ടിന്യൂസ് ആണോ, നേറ്റീവ് ആണോ, ഗ്രേഡിയൻ്റ് ആണോ? So it is discontinuous gel electrophoresis ആണ്. SDS polyacrylamide gel electrophoresis is the most well known discontinuous gel electrophoresis. In SDS, the separation is based on dash. നമ്മൾ already പറഞ്ഞു, it is molecular weight. Next question. Lamley sample buffer is especially formulated for dash sample preparation, protein, DNA or RNA. Lamley sample buffer. Lamley sample buffer is especially formulated for protein sample preparation to be used in SDS page system. Next question. Which technique is commonly used for separating large DNA fragments? Page ആണോ, age ആണോ, PFGE ആണോ, അതുപോലെ തന്നെ SDS page ആണോ? നമ്മൾ യൂസ് ചെയ്യുന്നത് PFGE ആണ്. പൾസ്ഡ് ഫീൽഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. പൾസ്ഡ് ഫീൽഡ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഫോർ ലാർജ് DNA ഫ്രാഗ്മെൻറ്റ്. ഓക്കെ. ഏജ് എന്താണ്? ഏജ് എന്ന് കാണുന്നത് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. പേജ് എന്താണ്? പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. SDS പേജ് എന്താണ്? സോഡിയം ഡോഡിസൽ സൾഫേറ്റ് പോളിയാക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. സോ ലാർജ് DNA ഫ്രാഗ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് PFGE ആണ്. പൾസ്ഡ് ഫീൽഡ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് PCR എന്നാണ്, പോളിമറസ് ചെയിൻ റിയാക്ഷൻ. PCR is a revolutionary method developed by Dash in 1983. കാരി മുള്ളിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരി മുള്ളിസ് ആണ് PCR ഡെവലപ്പ് ചെയ്തത് in 1983. He was awarded the Nobel Prize in Chemistry in 1993 for his pioneering work. 10 years later he got Nobel Prize. മോളിക്കുലർ ഫോട്ടോടൈപ്പിംഗ് എന്നാണ്
PCR നോർമലി അറിയപ്പെടുന്നത്. മോളിക്കുലാർ ഫോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏത് മീൻസ് ടെക്നിക്കാണ്? PCR കൊടുക്കും, ഇലക്ട്രോഫോറസിസ് കൊടുക്കും, അങ്ങനെ എല്ലാ ഓപ്ഷൻസും കൊടുക്കും. സോ മോളിക്കുലാർ ഫോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് PCR. കമ്പണൻസ് ഓഫ് PCR ഏതൊക്കെയാണെന്ന് നോക്കാം. തെർമൽ സൈക്ലർ, ടാർഗറ്റ് DNA, ടെംപ്ലേറ്റ് എന്നാണ് നമ്മൾ അറിയപ്പെടുക. 2 പ്രൈമേഴ്സ് ആവശ്യമുണ്ട്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പ്രൈമേഴ്സ് ആവശ്യമുണ്ട്. ടാഗ് പോളിമറൈസ്, ബഫേഴ്സ്, അതുപോലെ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് അതായത് DNTPs, മോണോവാലന്റ് ഓർ ബൈവാലന്റ് കാറ്റയോൺ ആവശ്യമുണ്ട്, വാട്ടർ. ഇത്രയാണ് കമ്പണൻസ് ഓഫ് PCR. PCR is carried out in a machine called a dash. തെർമൽ സൈക്ലർ. തെർമൽ സൈക്ലർ എന്നാണ് നമ്മൾ PCR മെഷീനെ കോമൺ ആയിട്ട് അറിയുന്നത്. There are 3 main stages in PCR reaction. Arrange the steps as per the correct order. സോ ആദ്യം ഏതൊക്കെയാണ് ഓർഡറിലാണ് കറക്റ്റ് നടക്കുന്നതെന്നാണ് PCR റിയാക്ഷൻ നടക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഡിനാച്ചുറിങ്, അനീലിംഗ്, എക്സ്റ്റെൻഡിങ് ആണോ? അനീലിംഗ്, എക്സ്റ്റെൻഡിങ്, ഡിനാച്ചുറിങ് ആണോ? അനീലിംഗ്, ഡിനാച്ചുറിങ്, എക്സ്റ്റെൻഡിങ് ആണോ? ആൻസർ ഈസ് ഡിനാച്ചുറിങ്, അനീലിംഗ്, എക്സ്റ്റെൻഡിങ്. These 3 stages are repeated 20 to 40 times. ഇത് ഈ 3 സ്റ്റെപ്സ് എല്ലാം കൂടി ഒരു 20 to 40 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. Choose the wrong sentence about the denaturing stage of PCR. Okay, the template DNA and all other core ingredients are heated to 94 to 95 degrees Celsius. Next option, 2 strands of template DNA breaks and separates. Next options, it takes between 15 to 30 minutes. None of these. So answer is, it takes between 15 to 30 minutes എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ആക്ച്വലി അത് ശരിക്കും എടുക്കുന്ന ടൈം എത്രയാണ്? 15 to 30 സെക്കൻഡ്സേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ദ DNA template ആൻഡ് ഓൾ അതർ കോർ ഇൻഗ്രീഡിയൻസ് ആർ ഹീറ്റഡ് ടു 94 to 95 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഡീനാച്ചുറിങ് സ്റ്റേജിൽ നടക്കുന്നത്. അതുപോലെ തന്നെ 2 strands ഓഫ് DNA template ബ്രേക്സ് ആൻഡ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഏത്? ഡീനാച്ചുറിങ് സ്റ്റേജിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം അനീലിംഗ് സ്റ്റേജ്. അനീലിംഗ് സ്റ്റേജിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ. ദ റിയാക്ഷൻ ഈസ് കൂൾ ടു 50 to 65 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഡീനാച്ചുറിങ് സ്റ്റേജ് ആണ്. അതിലൊരു 94 to 95 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഹീറ്റ് ചെയ്യും. എന്തിന്? DNA സ്ട്രാൻഡ് സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അനീലിംഗ് സ്റ്റേജ് ആണ് സെക്കൻഡ് വൺ. അതിലെന്ന് പറഞ്ഞാൽ എന്താ? ദ റിയാക്ഷൻ ഈസ് കൂൾ ടു 50 to 65 ഡിഗ്രി സെൽഷ്യസ്. ദ പ്രൈമേഴ്സ് അറ്റാച്ച് ടു ദ സ്പെസിഫിക് ലൊക്കേഷൻ ഓൺ ദ സിംഗിൾ സ്റ്റാൻഡ് ടെംപ്ലേറ്റ്. ഈ അനീലിംഗ് സ്റ്റേജിലാണ് പ്രൈമർ അറ്റാച്ച് ചെയ്യുന്നത്. പ്രൈമർ അറ്റാച്ച് ചെയ്യുന്ന ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഡീനാച്ചുറിങ്ങിലാണോ, അനീലിങ്ങിലാണോ, എക്സ്റ്റെൻഡിങ്ങിലാണോ? അനീലിംഗ് സ്റ്റേജിലാണ് പ്രൈമർ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ 2 പ്രൈമേഴ്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്, എ ഫോർവേഡ് പ്രൈമർ ആൻഡ് എ റിവേഴ്സ് പ്രൈമർ. ഓക്കെ, ദിസ് സ്റ്റെപ്സ് യൂഷ്വലി ടേക്സ് അബൌട്ട് 10 to 30 സെക്കൻഡ്സ് ആണ് ഇവിടെ എടുക്കുന്നത്. 10 to 30 സെക്കൻഡ്സ് ആണ് ഈ അനീലിംഗ് സ്റ്റേജിന് യൂസ് ചെയ്യുന്ന ടൈം. Next question, in extending stage, the heat is increased to dash degree Celsius to enable new DNA to be made by a special tag DNA polymerase enzyme which adds DNA bases. 72 degree Celsius. So extending stage in എത്രയാണ് temperature? 72 degree Celsius. It is the optimum temperature for the tag DNA polymerase to build the complementary strand. ഓക്കെ, എത്രയാണ്? അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. വാട്ട് ഈസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ദ ടാഗ് DNA polymerase to build the complementary strand? എത്രയാണ്? 72 degree Celsius. Okay, the tag DNA polymerase enzyme is obtained from the bacteria Thermus aquaticus. It takes 1 minute to copy 1000 DNA bases. ഒരു കിലോ ബേസ് പെയർ. ഓക്കെ, അത്ര DNA ബേസ് പെയർ അത് സിന്തസൈസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? 1 minute എടുക്കുള്ളൂ. ഓക്കെ, ഇനി PFU DNA polymerase അതായത് ഫ്രം പൈറോകോക്കസ് ഫ്യൂരിയോസസ്. ഓക്കെ, പൈറോകോക്കസ് ഫ്യൂരിയോസസ് ആണ് യൂസ്ഡ് വൈഡ്ലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹയർ ഫെഡിലിറ്റി വെൻ കോപ്പിയിങ് DNA. ഇതിലധികം തെറ്റ് പറ്റില്ല. തെർമസ് ടാഗ് DNA പോളിമറേസിന് ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവാം, പക്ഷേ PFU DNA പോളിമറേസിന് മിസ്റ്റേക്സ് ഉണ്ടാവാൻ വഴിയില്ല. അത് വളരെ കുറവായിരിക്കും എന്നാണ് ഹയർ ഫെഡിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, നോക്കി വയ്ക്കുക.
DNA polymerase adds nucleotides to the dash end of the primer when it annealed to a longer template DNA. സോ ഏത് എൻഡിലാണ് നമ്മൾ DNA പോളിമറേസ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യുന്നത്? പ്രൈമർ പോയി അറ്റാച്ച് ചെയ്തു അനീലിംഗ് സ്റ്റേജിൽ രണ്ട് പ്രൈമേഴ്സ് രണ്ട് സ്റ്റാൻഡിൽ അറ്റാച്ച് ചെയ്തു, ഫോർവേഡ് പ്രൈമറും റിവേഴ്സ് പ്രൈമറും. ഇനി നെക്സ്റ്റ് ഏതിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA പോളിമറേസ് ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുന്നത് വിച്ച് എൻഡ് ഓഫ് എ പ്രൈമർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3' ആണോ 5' ആണോ, ക്യാൻ ആഡ് ബോത്ത് സൈഡ്സ് ആണോ, എന്നാണ്. സോ DNA polymerase adds nucleotides to the 3' end of the primer. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3' end of the primer. Okay, when it is annealed to a longer DNA template. Next question, cleavage of the probe during dash PCR because of the 5' nuclease activity of Taq polymerase can be used to detect amplification of the target specific product. Options: reverse transcriptase PCR, quantitative RT-PCR, multiplex PCR, next step PCR. So answer is quantitative RT-PCR. അല്ലെങ്കിൽ അതിനെ ടാക്മാൻ അസേ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് RT-PCR എന്ന് പറയുന്നത്? നമ്മൾ റിയൽ ടൈം PCR എന്നൊക്കെ അറിയില്ലേ? സോ അതിൻ്റെ ശരിക്കുള്ള നെയിമാണ് ക്വാണ്ടിറ്റേറ്റീവ് RT-PCR എന്ന് പറയുന്നത്. ഓക്കെ, അതിലെന്താ നടക്കുന്നത്? നമ്മളെ ടാക് പോളിമറേസിന് ഒരു 5' ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. അത് വെച്ചിട്ട് അതിലൊരു പ്രോബ് ഉണ്ട്, ഈ ടാഗ്മാൻ പ്രോബ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ അത് ഓൾറെഡി DNA ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. നമ്മുടെ ടാക് പോളിമറേസ് നമ്മളെ എന്താ പറയുക, നമ്മൾ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് വരുമ്പോൾ ഈ പ്രോബിനെയൊക്കെ എന്ത് ചെയ്യും? ക്ലീവ് ചെയ്യും. അതിനെ തട്ടിത്തെറിപ്പിച്ചതിന് ശേഷമാണ് പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഈ പ്രോബുകൾ റിലീസ് ആവുന്നതിനനുസരിച്ച് സിഗ്നൽ സ്ട്രെങ്ത് കൂടി വരും. സോ അത് നമ്മളെ ഡിറ്റക്ടർ ഡയറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തരികയാണ് ചെയ്യുക. സോ ഒരു പർട്ടിക്കുലർ നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള DNA അതിൻ്റെ അകത്ത് പ്രസൻ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ നമുക്ക് നല്ല സ്ട്രോങ് സിഗ്നൽ നമുക്ക് തരും. നമുക്ക് ഡയറക്റ്റായിട്ട് വളരെ എന്താ പറയുക 1 or 3 hours തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് RT-PCRൻ്റെ ഒരു കാര്യം. നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാം എത്രമാത്രം DNA അതിലുണ്ടെന്ന്. നോർമൽ കൺവെൻഷണൽ PCR അത് ചെയ്യാൻ കഴിയില്ല. നമുക്ക് എത്ര DNA അതിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈഡ് DNA ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് ഒരു PCR കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിനി അത് കഴിഞ്ഞിട്ട് ഡൗൺ സ്ട്രീം പ്രോസസ് ആയിട്ടുള്ള ഇലക്ട്രോഫോറസിസ് ചെയ്യണം. ജെല്ലിൽ നമ്മൾ DNA ലോഡ് ചെയ്ത് അത് റൺ ചെയ്ത് അതിൻ്റെ UV ലൈറ്റിൽ വിസിബിൾ ചെയ്യുമ്പോഴാണ് ആ പർട്ടിക്കുലർ ബാൻഡ് നമുക്ക് പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷേ ഈ ക്വാണ്ടിറ്റേറ്റീവ് RT-PCR ആ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കി റിയൽ ടൈം ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ പ്രോബിൻ്റെ സിഗ്നൽ അനുസരിച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റ് കിട്ടും. അപ്പം തന്നെ നമുക്ക് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് PCR ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR, അത് RT-PCR എന്ന് അറിയപ്പെടുന്നുണ്ട്. ക്രിയേറ്റ്സ് കോംപ്ലിമെൻ്ററി DNA cDNA by reverse transcribing RNA to DNA using reverse transcriptase. Multiplex PCR uses a number of primers to multiply multiple fragments in a single DNA sample. Nested PCR, after initial 25 to 35 PCR cycles, an additional PCR is conducted using new primers called nested within the original primers, which reduce the risk of unwanted product. Next is hot start PCR, in which heat is used to denature the antibodies that are used to inactivate the Taq polymerase. Any long range PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, longer ranges of DNA are formed by using a mixture of polymerases. Assembly PCR, longer DNA fragments are amplified by using overlapping primers. Next is asymmetric PCR, use only one strand of the DNA target is amplified. In situ PCR എന്ന് പറഞ്ഞാൽ PCR that takes place in cells or fixed tissue on a slide. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് PCR ആണ്. ജസ്റ്റ് നോക്കി വയ്ക്കുക എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം. ഇനി അടുത്തത് ക്രൊമാറ്റോഗ്രാഫിയാണ്. അത് വേറൊരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.